മയ്യത്ത് പൊതിഞ്ഞു കഴിഞ്ഞു. അതാ പടച്ചവനെ, മയ്യത്ത് കെട്ടിനകത്ത് വെച്ചിരിക്കുന്ന സ്ട്രെച്ചറിന്റെ അകത്തേക്ക് എന്റെയും നിങ്ങളുടെയും ജനാസ എങ്ങോട്ടെടുത്ത് വെക്കുകയാണ്. അത് ചുമലിലേക്ക് ഉയരുമ്പോ അല്ലാഹുവേ, മഹാനായ തലബ ഉസ്താദ് പറയുകയാണ്, ആ ജനാസ തോളിന്റെ മുകളിലേക്ക് ഉയരുമ്പോ മയ്യത്ത് കട്ടിൽ തോളിലേക്ക് ഉയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ. ജനാസ എവിടെ നിന്നും ഉയർത്തി കടിയുമ്പോ അതാ വീടിന്റെ അകത്തിരുന്ന് വല്ലാത്ത കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവേ, അതാ ശമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ, കാണലം ആ പൊന്നെ. ഉമ്മ ചോദിക്കുന്നു, മോനെ പോകുകയാണോ? വാപ്പ ചോദിക്കുകയാ, എന്നെക്കാരും മുമ്പേ പോയല്ലോടാ, ഇനി എന്നാടാ മോനെ നിന്നെ ഞാനൊന്ന് കാണുന്നത്? ഉമ്മ കരയുന്നുണ്ട്, വാപ്പ കരയുന്നുണ്ട്, കൂടപ്പറപ്പുകളെ സഹോദരിമാര് നെഞ്ചുപൊട്ടികെട്ട കരയുന്ന രംഗവാ. ഭാര്യ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട്. കൂടപ്പറപ്പുകള് കണ്ണിലൂടെ കണ്ടടങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാ. ആ സമയമുണ്ടല്ലോ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വാപ്പാ, എന്റെ ഉപ്പാരെ എവിടെ കൊണ്ടുപോവുകയാണ്? ഉപ്പാവും എഴുന്നേക്ക് വാപ്പാ, എന്നോടൊന്ന് കളിച്ച് ചിരിക്കു വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അരിമക്കിടാങ്ങളായ നമ്മുടെ മക്കളുണ്ടല്ലോ, വീടിന്റെ അകത്ത് കിടന്ന് വിളിച്ചു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മിണ്ടാതെ ഒരു ദിവസം സിറാജ് കിടക്കേണ്ടവരാ, ഞാനും നിങ്ങളും കിടക്കേണ്ടവരാ. പടച്ചവനെ, ആ ജനാസ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിന്റെ പെറ്റ തള്ള നിന്നെ കൈയൊടിഞ്ഞു മോനെ, ഭാര്യ കൈയൊടിഞ്ഞു, സഹോദരിമാര് കൈയൊടിഞ്ഞു. അവസാനം നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു തന്നിട്ട് നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന അല്ലാ, നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന 6 അടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു മോഡലുമില്ല ചെറുപ്പക്കാരാ.